അടുത്തൊരു ബെല്ലോട് കൂടി നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ന് മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ ഒരു സീൻ യൂസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. അതിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒന്നുമില്ല. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി ആണ് സംസാരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ലേ? ഇതെങ്ങനെ ചോദിക്കും? ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്. ഇത് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ? ഓ മൈ ഗോഡ്, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹാവൻറ്റ് യു സ്റ്റാർട്ടഡ് യെറ്റ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നോക്കിയേ, നിങ്ങൾ ഇതുവരെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേന്ന് ചോദിക്കാം. ഹാവൻറ്റ് യു സ്റ്റാർട്ടഡ് യെറ്റ്? യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. ചീത്ത വേർഡ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പുറപ്പെട്ടു അരമണിക്കൂറായി. അതെങ്ങനെ പറയും? പുറപ്പെട്ടു എന്നുള്ളതിന് സ്റ്റാർട്ടഡ്. വി സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിന് വി സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. സിമ്പിൾ പാസ്റ്റിൽ പറയാം നമുക്ക്. ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. അതെങ്ങനെ പറയും? വി ഓൾറെഡി സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ എഗോ. ബിഫോർ അല്ലേ? വി ഓൾറെഡി സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ എഗോ. ആൻ അവർ എന്തുകൊണ്ടാ? അവർ എന്ന് പറയുന്നത് എച്ച് സൈലന്റ് ആണ്. ഹവർ അല്ല, അവർ. അപ്പൊ വി ഓൾറെഡി സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ എഗോ. കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണമെന്ന് എങ്ങനെ ചോദിക്കും? ഷുഡ് വി സ്റ്റാർട്ട് എ ബിറ്റ് ഏർലിയർ? കുറച്ചുകൂടെ മുമ്പ് തുടങ്ങണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എ ബിറ്റ് എന്ന് വെച്ചാൽ ഒരു ഇത്തിരി. ഷുഡ് വി സ്റ്റാർട്ട് എ ബിറ്റ് ഏർലിയർ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി നേരത്തെ പുറപ്പെടാമെന്ന്. അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയില്ലേ? അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറ്റ് സീംസ്, എനിക്ക് തോന്നുന്നത്, ഇറ്റ് സീംസ്. അപ്പൊ ആ എന്നൊക്കെ വരുമ്പം അങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ ഇറ്റ് സീംസ് ലൈക്ക് ദാറ്റ്. ആ ലൈക്ക് ദാറ്റ് എന്താണ് പറയണേ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടു അല്ലെ? അതെങ്ങനെ പറയും? ഇറ്റ് സീംസ് ദേ ഓൾറെഡി ലെഫ്റ്റ് ഹാഫ് ആൻ അവർ എഗോ. അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇറ്റ് സീംസ് ദേ ഓൾറെഡി ലെഫ്റ്റ് ഹാഫ് ആൻ അവർ എഗോ. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന് എങ്ങനെ പറയാ? അപ്പൊ നമ്മൾ ഓൾറെഡി ഇറ്റ് സീംസ് പറഞ്ഞുകൊണ്ട് ആ ഇറ്റ് സീംസ് ഇവിടെയൊക്കെ ആ പറയേണ്ട ബാക്കിയുള്ള ഡയലോഗിനൊക്കെ അതിന്റെ എഫക്ട് വരും. അതുകൊണ്ട് ഇനിയും ഇറ്റ് സീംസ് എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെ പറയാ? ഇഫ് നീഡഡ്, വേണമെങ്കിൽ. ഇഫ് നീഡഡ്. അപ്പൊ ആ ഫ്രേസ് ഒന്ന് പഠിച്ചേക്കണേ. വേണമെങ്കിൽ ഇതെടുത്തോ. ഇഫ് നീഡഡ് യു ടേക്ക് ഇറ്റ്. ഇഫ് നീഡഡ് ദേ ക്യാൻ ലീവ് ഈവൻ ഏർലിയർ. അവർക്ക് ഇപ്പോഴുള്ളതിനേക്കാളും നേരത്തെ പുറപ്പെടാൻ സാധിക്കും. ഇഫ് നീഡഡ്, വേണമെങ്കിൽ ദേ ക്യാൻ ലീവ് ഈവൻ ഏർലിയർ. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിന് നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? അത് ചോദ്യമാണ്. അതെങ്ങനെയാ? അതെങ്ങനെ ചോദിക്കും? അതെങ്ങനെ സാധിക്കുന്നേ? അതെങ്ങനെ പറ്റുക? അതല്ലേ ചോദിക്കണേ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഹൗസ് ദാറ്റ് പോസിബിൾ, അതെങ്ങനെയാ സാധിക്കുക. ഇവിടെ ഒന്നില്ലെങ്കിൽ അതെങ്ങനെയാന്നുള്ളതിന് വാട്ട് എന്തീ പറയണേ എന്നുള്ള രീതിയിൽ വാട്ട് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഹൗസ് ദാറ്റ് പോസിബിൾ, അതെങ്ങനെയാ? വാട്ട് ഹൗസ് ദാറ്റ് പോസിബിൾ, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ, അത് എങ്ങനെയാ സാധിക്കുക? ഹൗസ് ദാറ്റ് പോസിബിൾ. ഇഫ് ദേ ഓൾറെഡി ലെഫ്റ്റ് ഹാഫ് ആൻ അവർ എഗോ, അവർ ഓൾറെഡി ഇപ്പൊ തന്നെ അവര് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇഫ് ദേ ഓൾറെഡി ലെഫ്റ്റ് ഹാഫ് ആൻ അവർ എഗോ, ഹൗ ക്യാൻ ദേ ലീവ് ഈവൻ ഏർലിയർ? അവർക്ക് എങ്ങനെയാണ് ഇനിയും നേരത്തെ ഇറങ്ങാൻ പറ്റുക? ഹൗ ക്യാൻ ദേ ലീവ് ഈവൻ ഏർലിയർ? ഇപ്പോഴെക്കാളും നേരത്തെ എങ്ങനെയാണ് ഇറങ്ങാൻ പറ്റുക? ഓക്കെ. ഇഫ് ദേ ഓൾറെഡി ലെഫ്റ്റ് ഹാഫ് ആൻ അവർ എഗോ, ഹൗ ക്യാൻ ദേ ലീവ് ഈവൻ ഏർലിയർ? അത് ശരിയാണല്ലോ. ഹലോ, എന്താണ്? അത് ശരിയാ. അങ്ങനെ പറയാ? അയ്യോ, അത് ശരിയാന്ന് പറയില്ലേ? ഉപ്സ്, ദാറ്റ്സ് ട്രൂ. അത് ശരിയാണല്ലോ, ദാറ്റ്സ് ട്രൂ. അല്ലെങ്കിൽ ദാറ്റ്സ് റൈറ്റ്, അങ്ങനെ പറയാട്ടോ. ഹലോ എന്ന് പറയുമ്പോ എന്താണോ എന്നില്ലേ? അപ്പൊ എന്താണോ, ഇനി എന്താ ഇയാളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് നൗ അങ്ങനെ പറയാം. ഈ വാട്ട് നൗ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വാട്ട് നൗവിന്റെ അർത്ഥം മാറും കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു പ്രോബ്ലം ഉണ്ട്. വാട്ട് നൗ, ഇനിയിപ്പോ എന്താ ചെയ്യാം, അങ്ങനെ ഒരു അർത്ഥം വരും. പക്ഷെ ഇവിടെ എന്താണോ എന്ന് പറയാൻ വേണ്ടി വാട്ട് നൗ. അത് ആ ടോണിലും ആ കോണ്ടെക്സ്റ്റും വെച്ചിട്ട് മീനിങ് മനസ്സിലാക്കണം കേട്ടോ. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ളത്, ഒരു കാര്യം പറഞ്ഞാൽ ഇത് അങ്ങനെയും പറഞ്ഞൂടെ ഇങ്ങനെയും പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പറയാം, പല രീതിയിൽ നമുക്കൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് അറിയാവുന്ന ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു വാക്കായിരിക്കും. വേറെ പല രീതിയിലും പറയാം. അപ്പോ ഒരു കാര്യം ഒറ്റ രീതി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് അങ്ങനെയല്ലേ, കുറെ രീതിയിൽ ഒരു കാര്യം പറയാലോ. അത് മാത്രം ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്?
അപ്പൊ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഫ് അതെ ഇഫ് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എവിടുന്നാ സംസാരിക്കുന്നേ അതെങ്ങനെ ചോദിക്കും? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഫ് യു ലെഫ്റ്റ് ഏർലിയർ, നേരത്തെ, ഇതിനേക്കാൾ നേരത്തെ. ഈ ഏർലിയർ എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. അപ്പൊ അവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല എന്തിനെ കമ്പയർ ചെയ്യുന്നു. പക്ഷെ അവിടെ നമുക്ക് അറിയാട്ടോ ഈ ഒരു സമയത്തെയാണ് കമ്പയർ ചെയ്യണത്. ഈ സമയത്തെക്കാളും നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഇഫ് യു ലെഫ്റ്റ് ഏർലിയർ വേർ ആർ യു ടോക്കിംഗ് ഫ്രം നൗ, ഇപ്പൊ നിങ്ങൾ എവിടുന്നാണ് പിന്നെ സംസാരിക്കുന്നേ? വേർ ആർ യു ടോക്കിംഗ് ഫ്രം നൗ. നമുക്ക് പലപ്പോഴും പറ്റാറുണ്ടല്ലേ, നമ്മൾ എവിടെയിലാണ് അവിടെ അല്ല എന്ന് പറയുന്നത്. ഇവിടുന്നല്ല അതെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് ഫ്രം ഹിയർ, ഇവിടുന്നല്ല. ഇറ്റ്സ് നോട്ട് ഫ്രം ഹിയർ, ഇറ്റ്സ് ഫ്രം എ ടെലിഫോൺ ബൂത്ത്. ഒരു ബൂത്ത് എന്ന് വിളിക്കുകയാണ്. ഇറ്റ്സ് ഫ്രം എ ടെലിഫോൺ ബൂത്ത്. അപ്പൊ ബൂത്ത് എന്നോ അങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് ഫ്രം എ ബൂത്ത്, ബൂത്തിൽ നിന്നാണോ? ഫ്രം എ ബൂത്ത്. വഴിയിലുള്ള ഒരു ബൂത്തിൽ നിന്ന് ഇങ്ങനെ പറയും. യെസ് യെസ് ഫ്രം എ ബൂത്ത് ഓൺ ദ വേ, ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ഒരു ബൂത്തിൽ നിന്ന്. ഫ്രം എ ബൂത്ത് എവിടെയുള്ളത്? ഓൺ ദ വേ. അവരവിടെ നല്ല സംസാരിക്കുന്നത്, വഴിയിൽ നിന്നൊരു ബൂത്ത് നിന്നാ ഇങ്ങനെ പറയാ നമ്മള്. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഫ്രം ദേർ, അവരവിടെ നല്ല സംസാരിക്കുന്നത്. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഫ്രം ദേർ, ഇറ്റ്സ് ഫ്രം എ ബൂത്ത് ഓൺ ദ വേ, വഴിയിൽ നിന്നുള്ള ഒരു ബൂത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഫ്രം എ ബൂത്ത് ഓൺ ദ വേ. ഇത് നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ച ഫോണല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ ചോദിക്കും? Isn't this a call we made to them? Isn't this, അങ്ങനെയല്ലേ ഇത്, എന്ത്? A call we made to them. അപ്പൊ അങ്ങനെയല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ അത് തന്നെ. Isn't this a call we made to them? അടുത്തുള്ള ആളോട് ചോദിക്കാണ്. അപ്പൊ പറയേണ്ടത് എന്നോടല്ല അവരോട് ചോദിക്കൂ. അപ്പൊ എന്നോടല്ല ചോദിക്കേണ്ടത് എങ്ങനെ പറയാ? ഡോണ്ട് ആസ്ക് മീ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഞാൻ പറഞ്ഞത് അതിങ്ങനെ ചെയ്ത് അങ്ങനെ ആവുന്നു, ഇനി എന്നോടൊന്ന് ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ അങ്ങനെ പറയാം നമുക്ക്. ഡോണ്ട് ആസ്ക് മീ ദേഷ്യം പിടിച്ചിരിക്കുമ്പോ പറയുന്ന ടൈപ്പ് സംഭവങ്ങളാട്ടോ. ഡോണ്ട് ആസ്ക് മീ, എന്നോട് ചോദിക്കണ്ട ഒന്നും അങ്ങനെ. അപ്പൊ എന്നോട് ചോദിക്കല്ലേ, അവരോട് ചോദിക്കാൻ വേണമെങ്കിൽ ഡോണ്ട് ആസ്ക് മീ, ആസ്ക് ദം, എന്നോട്. അപ്പൊ മീ സ്ട്രെസ് ചെയ്യണം, എന്നോടല്ല. ഡോണ്ട് ആസ്ക് മീ, ആസ്ക് ദം. അപ്പൊ ചോദിക്കാണ്, ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? എങ്ങനെ പറയാ? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ. Isn't this a call we made to you? അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞപ്പോ to them. നമ്മൾ അവരെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങൾ വിളിച്ചത്. Isn't this a call we made to you? വളരെ കാര്യമായിട്ട് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കണ ബൂത്തിലല്ലേ? എങ്ങനെയാ പറയണേ? അതെങ്ങനെയാ നിങ്ങൾ ഞങ്ങളെ വിളിക്കണെന്ന് ചോദിക്കുക. എങ്ങനെയാ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അതെങ്ങനെയാ സാധിക്കുക? എന്താണ് സാധിക്കാത്ത? ദാറ്റ് യു ആർ കോളിംഗ് അസ്, നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ സാധിക്കുന്നേ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് യു ആർ കോളിംഗ് അസ്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ആർന്റ് വി അറ്റ് ദ ബൂത്ത്? സ്റ്റാൻഡിംഗ് എന്ന് പറയണ്ട, സ്റ്റാൻഡാണ് നിൽക്കുക, പക്ഷെ അതിന്റെ അർത്ഥം വരുന്നത് ആർന്റ് വി അറ്റ് ദ ബൂത്ത്. അപ്പൊ ബൂത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക, ഇൻ ദ ബൂത്ത് അല്ല. ആർന്റ് വി അറ്റ് ദ ബൂത്ത്? ഞങ്ങൾ ബൂത്തിലല്ലേ? അപ്പൊ അല്ലേ എന്ന് പറയാൻ വേണ്ടി ആർന്റ് വി. ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാന്ന് എങ്ങനെ പറയും? ഹൗ ഡു യു നോ? എങ്ങനെയാണ് അറിയുക? ഹൗ ഡു യു നോ ദ നമ്പർ ഓഫ് ദ ബൂത്ത്? ബൂത്തിലത്തെ നമ്പർ. ഹൗ ഡു യു നോ ദ നമ്പർ ഓഫ് ദ ബൂത്ത്? അപ്പോ ഇത് തന്നെ ഇപ്പൊ വേറെ കേസില് ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ അറിയോ ചോദിച്ചപ്പോ ഇതാണ് നമ്പർ. അപ്പൊ ഇവൻ എങ്ങനെയാ അറിയാം? ഹൗ ഡു യു നോ? എങ്ങനെയാണ് നിനക്ക് അവളുടെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കാൻ വേണ്ടി ഹൗ ഡു യു നോ ഹർ നമ്പർ അങ്ങനെ ചോദിക്കാം. ഹൗ ഡു യു നോ? നിനക്ക് എങ്ങനെയാ അറിയാം കേട്ടോ. ഹൗ ഡു യു നോ ദ നമ്പർ ഓഫ് ദ ബൂത്ത്? അത് നമുക്ക് വളരെ ഉപകാരമുള്ള സെന്റൻസ് അല്ലെ? ഹൗ ഡു യു നോ സംതിങ്. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ദിസ് ഇസ് എ കോൾ ഐ മെയ്ഡ് ടു യു. ഞാൻ നിങ്ങളെ വിളിച്ചതാണെന്ന്, ഞാനാണ് വിളിച്ചതെന്ന് പറയാൻ വേണ്ടി കുറച്ച് സ്ട്രെസ് കൊടുക്കുക ഐന് സംസാരിക്കുമ്പോ. ദിസ് ഇസ് എ കോൾ ഐ മെയ്ഡ് ടു യു. ഞാനാണ് നിങ്ങളെ വിളിച്ചത്. കൺഫ്യൂഷൻ ആയല്ലോ. അതെങ്ങനെ പറയും? ശ്രദ്ധിക്കണം. ഐ ആം കൺഫ്യൂസിംഗ് എന്ന് പറയരുത്. ഐ ആം കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയോ കൺഫ്യൂഷൻ അടിപ്പിക്കുകയാണ്. ഞാൻ ആകെ തിരിച്ചും മറിച്ചും പറഞ്ഞ ആരെങ്കിലും കൺഫ്യൂഷൻ അടിക്കുകയാണെങ്കിൽ ഞാൻ കൺഫ്യൂസിംഗ് ആണ്.
ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഇവര് എന്തൊക്കെയാ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം കൺഫ്യൂസ്ഡ് കേട്ടോ. ഇപ്പൊ ഒരാള് എന്തെങ്കിലും പറഞ്ഞു, ഞാൻ കൺഫ്യൂഷൻ അടിക്കുക, ഇയാൾ എന്തേ പറയണേ? അപ്പൊ ഹി ഈസ് കൺഫ്യൂസിങ് മീ. അയാൾ എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുക. അപ്പൊ ഹി ഈസ് കൺഫ്യൂസിങ് മീ. ഞാനോ, എന്റെ അവസ്ഥ എന്താ? ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഐ എം കൺഫ്യൂസ്ഡ്. ഇ ഡി അത് വേണേ, ഐ എം കൺഫ്യൂസ്ഡ്. ഇതുപോലെ തന്നെയാ ബോറിങ്ങും. ഹി ഈസ് ബോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് സംസാരിച്ച് ബോറടിപ്പിക്കുന്ന ഒരാളാണ്. ഹീസ് ബോറിംഗ്. ഐ ആം ബോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോറടിപ്പിക്കുന്ന ഒരാളാണ്. ഐ ആം ബോർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബോറടിക്കണു, എനിക്ക് ബോറടിച്ചിരിക്കുകയാണെന്നാണ് ഐ ആം ബോർഡ് കേട്ടോ. ഇതൊന്ന് പഠിക്കണേ. പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ കുറെ തവണ കേട്ടിട്ടുണ്ട് ആൾക്കാർ തെറ്റിക്കണത്. അർത്ഥം വളരെ മാറിപ്പോയി. ഐ ആം ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബോറടിച്ചിരിക്കുകയാണ്. ഐ ആം ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക, ഞാനൊരു ബോറൻ മനുഷ്യനാണ്, ഞാനിങ്ങനെ ആൾക്കാരെ ബോറടിപ്പിക്കുന്ന മനുഷ്യനാണെന്ന് അർത്ഥം വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും പറയാ? ഓ കൺഫ്യൂഷൻ ആയല്ലോ, ഓ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. അല്ലെങ്കിൽ ടോട്ടലി വേണ്ട, ഐ എം കൺഫ്യൂസ്ഡ്. അയ്യോ എന്തൊക്കെയാ സംഭവിക്കുന്നത്, ഐ എം കൺഫ്യൂസ്ഡ് അങ്ങനെ പറയാം. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ, അങ്ങനെ പറയും. എനിവേ യു സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ അഗോ, റൈറ്റ്? ശരിയല്ലേ? റൈറ്റ്. അപ്പോ ഒരു വീഡിയോയിൽ ഞാൻ എനിവേയും എനിവേസും പറഞ്ഞിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിവേസ് എന്നുള്ളത് ഒരു സാധാരണ വേർഡാണ്. ഇതിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ തമ്മിൽ തന്നെ ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അവസാനം ഡിക്ഷണറിക്കാർ ഒരു വലിയ ആർട്ടിക്കിൾ ഒക്കെ എഴുതിയത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. എനിവേസ് എന്ന് പറയുന്നത് ഏതോ 15-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ച് ഇരിക്കുന്ന ഒരു വേർഡാണ്. ആളുകളുടെ വിചാരം ഇത് ടീനേജേഴ്സും അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു നോർമൽ വേർഡാണ്. സാധാരണ നമ്മുടെ കോൺവെർസേഷനിൽ എനിവേസ് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ലിങ്ക്സ് ഒക്കെ ഉണ്ടാവും, ആരെങ്കിലും ഇത് ശരിയല്ല എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള ലിങ്ക്സ് ഫോളോ ചെയ്യുക. നമ്മൾക്ക് എന്തിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മൾ ഇത് ശരിയല്ല എന്ന് സെർച്ച് ചെയ്താൽ ശരിയല്ലാത്തതിന് 100 ലിങ്ക് കിട്ടും, ഇത് ശരിയാണെന്ന് സെർച്ച് ചെയ്താൽ ശരിയാണെന്നതിന്റെ 100 ലിങ്ക് കിട്ടും. അപ്പൊ നമ്മൾ ഏതാ വിശ്വസിക്കുക? നമ്മൾ അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള ഇപ്പൊ കാംബ്രിഡ്ജോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ ഡിക്ഷണറിയോ അല്ലെങ്കിൽ മെറിയം വെബ്സ്റ്ററിന്റെ ഡിക്ഷണറിയോ അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. എനിവേസ് ഒരു വേർഡാണ് കേട്ടോ, അത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, അത് ഇംഗ്ലീഷിലുള്ള ഒരു വേർഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എനിവേസ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എനിവേ ഉപയോഗിക്കാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാവുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയണത്? അതിരിക്കട്ടെ, നിങ്ങൾ അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടല്ലോ, അങ്ങനെ പറയാം. എനിവേ യു സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ എഗോ, അല്ലെ? റൈറ്റ്. അവിടെ isn't it എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോൺവെർസേഷൻസിൽ ഇങ്ങനെ ഒരു ഫാക്ട് പറഞ്ഞിട്ട് ശരിയല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് റൈറ്റ് എന്ന് ചോദിക്കാം കേട്ടോ. റൈറ്റ്. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. ഈ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയില്ലേ? ഇങ്ങനെ വേണമെങ്കിൽ എന്ന് പറയാ. ഇഫ് നീഡഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. ഇഫ് നീഡഡ് ഐ സിറ്റ് ഹിയർ. ഇഫ് നീഡഡ് ഐ കൻ ഗോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പോവാം. ഇഫ് നീഡഡ്. അപ്പൊ ഇഫ് നീഡഡ് അതാണ് സംഭവം കേട്ടോ. ചില കുക്കറി ഷോസിലൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടാം. ഇഫ് നീഡഡ് ആഡ് മോർ സോൾട്ട് അങ്ങനെ പറയില്ലേ? വേണമെങ്കിൽ അതാണ് ഇഫ് നീഡഡ്. ഇഫ് നീഡഡ് വി കൻ സ്റ്റാർട്ട് an hour earlier. Is that enough? അത് മതിയോ? Is that enough? അത് മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് is that enough. വേണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. വേണമെങ്കിൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തെ പുറപ്പെടാൻ സാധിക്കും. വി ക്യാൻ സ്റ്റാർട്ട് an hour earlier. അത് മതിയോ? Is that enough? പുറപ്പെട്, ചെയ്യ് എന്ന് പറയാൻ വേണ്ടിട്ട് പറയുന്ന വേർഡാണ് യെസ്. ഗോ അഹെഡ്. എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്തോ. ഗോ അഹെഡ്. ആ ഗോ അഹെഡ് എന്നുള്ള ആ ഫ്രേസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലും ആയാലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ യെസ് യു ക്യാൻ ഡു ഇറ്റ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഗോ അഹെഡ് അങ്ങനെ പറയാം. അപ്പൊ അയാള് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാണ്. അവർ 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. They started half an hour ago. അല്ലെ? നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ട് അത് 1 മണിക്കൂർ മുമ്പേ ആക്കി. ഞാൻ പറഞ്ഞിട്ട് ഒരാളെ അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് ഐ കൺവിൻസ്ഡ് ദം. ഞാൻ അവരെ അത് ചെയ്യാൻ വേണ്ടിട്ട് കൺവിൻസ് ചെയ്തു. ഐ കൺവിൻസ്ഡ് ദം ടു ഡു സംതിങ് എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് സമ്മതിപ്പിച്ചു. അപ്പൊ അതെങ്ങനെ പറയാം? ഐ കൺവിൻസ്ഡ് ഹിം അല്ലെങ്കിൽ ഹർ ടു ഡു സംതിങ്. ആ സംതിങ്ങിന് പകരം എന്താ സംഭവം എന്ന് പറയാം. ഇവിടെ എന്താ സംഭവിപ്പിച്ചത്? 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് സംഭവിപ്പിച്ചത്. അതെങ്ങനെയാ പറയണേ? ഐ കൺവിൻസ്ഡ് ദം ടു മേക്ക് ഇറ്റ് 1 hour. ഐ കൺവിൻസ്ഡ് ദം. ആ ഫ്രേസ് ഒന്ന് പഠിക്കാം. ഐ കൺവിൻസ്ഡ് ദം ടു ടേക്ക് ബയോളജി ഇൻസ്റ്റെഡ് ഓഫ് മാത്സ്. ഞാൻ അവരെ കൊണ്ട്
മനസ്സിലാക്കിപ്പിച്ചു. എടാ നിനക്ക് ബയോളജി നല്ലത്, കണക്കിന് എടുക്കണേക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടും, നിനക്ക് ഡോക്ടർ ആവാനും പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ അതിലേക്ക് ആകർഷിപ്പിച്ചു, സമ്മതിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കൺവിൻസ്ഡ് ഹിം ടു ഡു സംതിങ്. ഇവിടെ ഐ കൺവിൻസ്ഡ് ദം ടു മേക്ക് ഇറ്റ് 1 hour. നേരത്തെ ഹാഫ് ആൻ അവർ മുമ്പ് പുറപ്പെട്ടു. ഐ കൺവിൻസ്ഡ് ദം ടു മേക്ക് ഇറ്റ് 1 hour. 1 മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിച്ച് സമീപിച്ചു. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സീൻ. കുറച്ച് നല്ല ഇംഗ്ലീഷ് ഫ്രേസസ് ഒക്കെ മനസ്സിലായി, കുറച്ച് പുതിയ വേർഡ്സ് ഒക്കെ പഠിച്ചു എന്നൊക്കെ വിചാരിക്കണം. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.